ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എന്റെ ചാനലിലേക്കും എന്റെ വീഡിയോയിലേക്കും വീണ്ടും സ്വാഗതം. ഒരു സിനിമ, അതായത് ഇപ്പോഴും തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ എന്റെ ആദ്യ ദിവസം കാണാതെ 12-13 ദിവസങ്ങൾക്ക് ശേഷം കണ്ടിട്ട് അതിന്റെ അഭിപ്രായം പറയാൻ വന്നിരിക്കുകയാണ് മക്കളെ ഞാൻ. ബിക്കോസ് എന്റെ പ്രേക്ഷകർ കേൾക്കണം, ഞാൻ കണ്ടത് കൊണ്ടും എനിക്ക് അതിനെ കുറിച്ച് രണ്ട് വർത്താനം എന്റെ പ്രേക്ഷകരെ അറിയിക്കണം എന്നുള്ളത് മാത്രമാണ് ഞാൻ സിനിമ കണ്ടതും ആ സിനിമയെ കുറിച്ച് രണ്ട് വർത്താനം എന്റെ ചാനലിൽ വന്ന് കിടന്ന് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചത്. വേറെ ഒന്നും കൊണ്ടല്ല, എന്നോട് ആരും ചോദിക്കാനില്ല. ഇത്രയും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമ കണ്ടിട്ട് നീ എന്താടി റിവ്യൂ ഇടാത്ത ജാടത്തണ്ടി എന്ന് ചോദിക്കാൻ എനിക്കാരും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാമല്ലോ. ഇനി ഞാൻ മത്സരം കിട്ടുന്നില്ല. സിനിമയെ കുറിച്ച് ഞാൻ ആദ്യം സിനിമയിലേക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഏത് സിനിമയെ കുറിച്ചാ എന്ന് പറയുന്നത്. ഡിസംബർ 20 റിലീസായ മാർക്കോ ദ സൂപ്പർ ഹിറ്റ് ഫിലിം എന്ന കേരളക്കരയാകെ പറയുന്ന, ഇപ്പൊ ഹിന്ദിയിലും കോടികൾ പോയിക്കൊണ്ടിരിക്കുന്ന ഹിന്ദി സിനിമകളെയൊക്കെ, ഹിന്ദി സിനിമയും തെലുങ്കാനയിലേക്ക് റെക്കോർഡ് കളക്ഷൻ ആയിരുന്നു എന്നാ പറയുന്നത്. ആദ്യത്തെ ദിവസം ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാവുന്ന റെക്കോർഡ് കളക്ഷനൊക്കെ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മാർക്കോ. അപ്പൊ മാർക്കോ ഇറങ്ങിയ സമയത്ത്, അതായത് ഇറങ്ങുന്നതിന് മുൻപ് കുറെ നമ്മൾ കേട്ടല്ലോ, അതവിടെ നിൽക്കട്ടെ. ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം മുൻനിര മുഖ്യധാര അല്ലെങ്കിൽ മുൻനിര റിവ്യൂവേഴ്സ് ഒക്കെ പറയുന്ന കാര്യങ്ങൾ ടെറർ, വയലൻസ് 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 എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാനും ഒരു 12ാമത്തെ ദിവസം ഇരിക്കുന്നു, ജാനുവരി 1 ന്യൂ ഇയർ എന്ന് ഞാൻ കണ്ട പടമാണ് മാർക്കോ. 2024 റിലീസാണെങ്കിലും ഞാൻ ന്യൂ ഇയർ മൂവിയായിട്ട് കണ്ടത് മാർക്കോയാണ്. രാവിലെ പോയി അങ്ങോട്ട് കണ്ടു എൻ്റെ ഒരു കസിനുമായിട്ട്. സത്യത്തിൽ എനിക്ക് ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് സ്ക്രിപ്റ്റ് ബേസ്ഡ് ആയിട്ട് പോകുന്ന, സാധാരണ പ്രേക്ഷകന് മനസ്സിലാവുന്ന റിവെഞ്ച് ഉള്ള, ഇമോഷൻസ് ഉള്ള, വേദന, കൈൻഡ്നസ്, റിവെഞ്ച് ഒക്കെ നമ്മളിൽ ഫീൽ ചെയ്യിക്കുന്ന ഒരു പടമാണ് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ്. അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് അതെനിക്ക് ഇഷ്ടമായി. സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കച്ച മറ്റേ എന്തു പറയുന്നത്, അരിവാള് വെച്ചിട്ട്, അല്ലെങ്കിൽ വേണ്ട നമ്മുടെ ഈ ഡ്രില്ലർ വെച്ചിട്ട് ഈ വയലിലെ പുല്ല് വെട്ടത്തില്ലേ, അല്ലെങ്കിൽ കള വെട്ടിക്കുന്ന പോലെ, അല്ലെങ്കിൽ വൈക്കോല് വെട്ടിയെടുക്കുന്ന പോലെ അങ്ങോട്ട് വെട്ടലോട് വെട്ടൽ, ചോര ചീന്തുക വെട്ടുക, ചീറ്റൽ വെട്ടൽ വീഴ്ച, ഇതിന് മാത്രം ചോര ഇവർക്ക് എവിടുന്ന് ഇവർ ഒപ്പിച്ചിരോ എന്തോ. ഏതായാലും ഇത് സംവിധാനമൊക്കെ ഞാനിപ്പോ ഇതിനൊക്കെ സംവിധാനത്തെ കുറിച്ചോ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ കുറിച്ചൊന്നും പറയാനല്ല. ഞാൻ എന്റേതായ പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് മാർക്കയെ കുറിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ സംവിധാനം എങ്കിലും ഒരു മര്യാദയുടെ പുറത്ത് അദ്ദേഹത്തിന്റെ പേര് നോക്കി പറയണല്ലോ. ഹനീഫ് അദേനി, പേര് തെറ്റണ പ്രത്യേക പേരായതുകൊണ്ട് പറയാം. പിന്നെ ഉണ്ണിമൂന്നൻ, ബേസിക്കലി ഉണ്ണിമൂന്നന്റെ പടങ്ങൾ, ഉണ്ണിമൂന്നന്റെ മാളികപ്പുറമാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് കണ്ട പടം. ഈ തോന്നുന്നു ലാസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് ഇറങ്ങിയ പടം അതാന്ന് തോന്നുന്നു. ബേസിക്കലി എനിക്ക് ഈ ആസിഫ് അലിയെ കുറ്റം പറയുന്ന പോലെ ഉണ്ണിമൂന്നിനും എനിക്ക് അത്ര പിടുത്തോളം നടനല്ല. അതിന് അഭിനയം കൊണ്ട് ചിരി നല്ലതാണ്, മസിൽ നല്ലതാണ്, പക്ഷെ അഭിനയം വരുമ്പോ എന്തൊക്കെയോ സംതിങ് റോങ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിന് കുറച്ചെങ്കിലും എനിക്ക് ചെയ്തെന്ന് തോന്നിയത് മാളികപ്പുറത്ത്. ഓക്കെ ഫൈൻ, അത് നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടർ ചെയ്തു എന്നല്ലാതെ വെറൈറ്റി ക്യാരക്ടർ എന്ന് പറയാനില്ല. മാർക്കോ കണ്ടപ്പോ എനിക്ക് പേഴ്സണലി തോന്നി, എനിക്ക് എന്റെ കോളേജ് കാലം കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ ഇംഗ്ലീഷ് പടത്തിന്റെ വലിയ ആരാധിക്കാണ്. പൊങ്ങച്ചൻ പറയല്ല കേട്ടോ, പൊങ്ങം പറയാൻ നിങ്ങൾ വിചാരിക്കുക, സത്യമാണത്. എനിക്ക് ഫസ്റ്റ് ജോലി കിട്ടി കഴിഞ്ഞു, ഈ പണിയൊക്കെ ചെയ്യുന്നതിന് മുൻപ് ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ശമ്പളമൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള DVD കടയിൽ പോയിട്ട് ഇംഗ്ലീഷ് പടങ്ങൾ എടുത്ത്, എനിക്ക് ഇംഗ്ലീഷിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്, സിനിമയോടുള്ള ഇഷ്ടമുള്ള, ഇംഗ്ലീഷിനോടുള്ള അതമ്യമായ ഇഷ്ടം കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് മൂവീസ് എടുത്ത് കാണുമായിരുന്നു, എന്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ പടങ്ങളും എടുത്ത് കാണും. അതിൽ എസ്പെഷ്യലി ഈ റോങ് ടേൺ, സോ പ്രേതപ്പടങ്ങളുടെ ഒരു ആരാധന എനിക്കൊരു 2008, 2009, 2010 കാലഘട്ടങ്ങളുണ്ടായിരുന്നു പ്രേതപ്പടത്തോട് ആരാധന. അതിനുശേഷമാണ് ഒരു സൈക്കോ മൂവീസിനോട് വല്ലാത്തൊരു ആരാധന എനിക്കുണ്ടായിരുന്നു. ഈ കാല് വെട്ടി കൈ വെട്ടി തിന്നുക, അങ്ങനെയുള്ള ഈ റോങ് ടേൺ ഒക്കെ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടവർക്ക് അറിയാൻ പറ്റും. കൈയൊക്കെ അങ്ങ് വെട്ടി മുറിച്ചെടുക്കുക. അതുപോലെ ഫൈനൽ ഡെസ്റ്റിനേഷൻ 5 സീരീസ്, അതായത് ഫൈനൽ ഡെസ്റ്റിനേഷൻ 1, 2, 3, 4, 5, 6 ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. 5 വരെ എന്റെ കണ്ടതായിട്ടാണ് എന്റെ ഓർമ്മ. 6 ഉണ്ടെന്ന് എനിക്ക് തോന്നി, ഐ ഡോണ്ട് നോ. എന്റെ ഓർമ്മയിൽ 5 അതിലൊക്കെ കാണിക്കുന്ന കാട്ടായം കണ്ടു കഴിഞ്ഞാൽ ഈ മാർക്കോയ്ക്ക് എന്ത് അതിൽ നിന്ന് എനിക്ക് മലയാളികളുടെ ബോധം മനസ്സിലായി. എന്താണ് അത് വയലൻസ്? ഒന്നുമില്ല. ഹോളിവുഡിലെ സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഹോളിവുഡിന്റെ കോപ്പേഡിയാണ് ഈ മാർക്കോ. ആക്ച്വലി ജോൺ വിക്കിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി ഒരു ജോൺ വിക്കിന്റെ ഒരു കോപ്പി അല്ലേ മാർക്കോ എന്ന് തോന്നും. കാരണം ഇതിനും സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ജോൺ വിക്ക് 5ാമത്തെ പാർട്ട് വരെ കഴിഞ്ഞു. ജോൺ വിക്കൊക്കെ എന്നാ മൂവിടാ എന്ന് വെച്ചാൽ മാർക്കോ കൊള്ളത്തില്ലെന്നല്ല, അത് മലയാള സിനിമാ ചരിത്രത്തിൽ അത് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനത്തെ ഇംഗ്ലീഷ് പടങ്ങളൊന്നും കാണാത്ത മലയാളി പ്രേക്ഷകരെ ഇത് ഛർദ്ദിപ്പിക്കുമായിരിക്കാം, അല്ലെങ്കിൽ ഇത് തലവേദനിപ്പിക്കുമായിരിക്കാം, പെരുപ്പിക്കുമായിരിക്കാം. ബട്ട് ഈ ഒരു വയലൻസ് നേരത്തെ തന്നെ ഇംഗ്ലീഷ് മൂവിയുടെ ആരാധകർ കണ്ടിട്ടുണ്ടാവണം. ഉറപ്പായിട്ടും ഇംഗ്ലീഷ് മൂവി കണ്ടിരിക്കുന്ന ആൾക്കാർ റോങ് ടേണോ ഫൈനൽ ഡെസ്റ്റിനേഷനോ ഒക്കെ ആരാധകരായിരിക്കാം.
അതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് മുളയൊക്കെ കുത്തി കണ്ണിനകത്തുനിന്ന് ഒരു ഭാഗത്തുനിന്ന് ഇത് സാധനങ്ങൾ അടന്നിറങ്ങി വരിക ഈ നമ്മുടെ ജോ ലൈനൊക്കെ എടുത്ത് പൊളിഞ്ഞു പോരുക, ഈ ജോയ്ക്കകത്ത് കമ്പ് ശൂലമൊക്കെ കുത്തി കയറി നിൽക്കുന്ന ഒരു അവസ്ഥ, കാലിങ്ങനെ പറഞ്ഞ് എസ്കലേറ്ററിനകത്ത് കാല് പറഞ്ഞു വരുന്ന ആ സീനൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതിനകത്ത് ഒരു സീനും സത്യത്തെ ചെവി അടിക്കുന്നിടത്ത് സീൻ കാണിക്ക് ശരി വന്നു. നമുക്കതിനകത്ത് ഒരു ഹറപ്പ് തോന്നാനൊന്നുമില്ല അതിനകത്ത്. പിന്നെ മേ ബി ഞാൻ ഇങ്ങനത്തെയൊക്കെ സൈക്കോ മൂവീസ് കണ്ട് മരവിച്ചു പോയത് കൊണ്ടാവാം എനിക്ക് തോന്നിയതും. എന്റെ കൂട്ടത്തിൽ നിന്റെ കസിനോട് ഞാൻ ചോദിച്ചാൽ എനിക്ക് മാത്രമാണ് ഈ ഫീലിംഗ്, അല്ല ശാരിക തനിക്ക് മാത്രമല്ലേ ഫീലിംഗ്, എനിക്കും അങ്ങനെയാന്ന് അവൻ എന്നോട് പറഞ്ഞു. എനിക്ക് സമാധാനമായി. കാരണം ഇതാണ് മാർക്കോ മൂവി. ഈ പറയുന്ന വയലൻസിന്റെ ഭൂമൊന്നും അതിനകത്തില്ല. കുറെ ചോരക്കളി, അതായത് ടൈറ്റാനിക്കിൽ നമ്മൾ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്ന പോലെ മാർക്കോയ്ക്കകത്ത് ചോരക്കകത്ത് കിടന്ന് ഈ പറയുന്ന കിൽബില്ല് അതിനകത്തൊക്കെ എന്നാ ചോരക്കളിയാ. അതിനേക്കാളും കൂടുതൽ പൂൾ ഓഫ് എന്താ പറയുക, പൂൾ ഓഫ് ബ്ലഡ് ഇസ് ദയർ. ഒരു ഈ ചോര നമ്മൾ ഈ പറയുന്ന പോലെ ഡ്രില്ലർ കൊണ്ടോ അല്ലെങ്കിൽ വാൾ കൊണ്ടോ ഒക്കെ വെട്ടി നിരത്തുമ്പോഴുള്ള ചോരക്കളി, ദേഹം മുഴുവൻ ചോര. അതായത് മാർക്കോ ചോര കുളിച്ചാണ് ഓൾ ദ ടൈം നിൽക്കുന്നത്. പിന്നെ മറ്റേ ചുരുട്ട് സ്റ്റൈലൊക്കെ ഗംഭീരം. പിന്നെ അതിനകത്ത് എടുത്തു പറയാൻ വേണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാള് നമ്മുടെ ഉണ്ണി മുകുന്ദൻ തന്നെയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള അനിഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ പറയട്ടെ, അദ്ദേഹം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബോഡിയേക്കാൾ കൂടുതൽ അദ്ദേഹം നല്ല ആക്ഷൻ സീൻസ് ചെയ്തിട്ടുണ്ട്. ഒറിജിനാലിറ്റിയാണ്. നല്ല രീതിയിൽ ജമ്പിങ്, ഫൈറ്റിങ്, കിക്കിങ് സൂപ്പർബായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റൈൽ ഒരു രക്ഷയില്ല. സ്റ്റൈൽ എപ്പോഴും വേണമല്ലോ ഇങ്ങനത്തെ ഹീറോസിന്. അദ്ദേഹം നല്ല സൂപ്പർ ഇംപ്രവൈസേഷൻ, മാളികപ്പുറത്ത് നിന്ന് നേരെ ഒരു ജമ്പിങ് ആയിരുന്നു. സോ അദ്ദേഹം നല്ല ഗംഭീരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ജഗദീഷ് ഏട്ടൻ സൂപ്പർ ആക്ടിങ് ആണ്. സിദ്ദിഖിനെ എനിക്ക് പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും തോന്നിയില്ല. ബട്ട് ജഗദീഷ് ഏട്ടൻ അദ്ദേഹത്തിനെ കൊല്ലുന്ന സീനൊക്കെ ഉണ്ടല്ലോ, അത് റെൻഡർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണ്. അതൊക്കെ നന്നായിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ആയാലും എഡിറ്റിംഗ് ആയാലും വസ്ത്രാലങ്കാരം, മേക്കപ്പ്, അതൊക്കെ സൂപ്പർ. കാരണം ഈ ഇത്രയും രക്തക്കറ ഇറക്കണ്ടേ, അതുപോലെ കൈയൊക്കെ അറുത്തിരുന്ന സീനൊക്കെ വളരെ ഗംഭീരം. അതായത് ഹോളിവുഡിനെ കോപ്പി അടിച്ചതാണെന്ന് എനിക്ക് തോന്നിയെങ്കിലും അതിലൊരു തന്മയത്വം മാർക്കോ വരുത്തി വെച്ചിട്ടുണ്ട്. സോ നന്നായിട്ടുണ്ട്. നന്നായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ഒക്കെ നോർമൽ തന്നെ, വലിയ സ്ക്രിപ്റ്റ് സെക്കൻഡ് ഹാഫിൽ ഒന്നും പറയാനില്ല. സ്ക്രിപ്റ്റിനെ കുറിച്ച് ചോദിച്ചാൽ സ്ക്രിപ്റ്റ് ഒന്നുമില്ല അതിനകത്ത്. പക്ഷെ നമ്മൾ നോർമലി ഒരു റിവെഞ്ച്, പണ്ടത്തെ ബാലരമാമർ ചിത്രകഥയിലെ റിവെഞ്ച് സ്റ്റോറി വായിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് പഴയ 2000 early 2000-ലും 2008-ലും ഒക്കെ കണ്ട ഒരു സീരീസ് ഓഫ് റിവെഞ്ച് മൂവീസിന്റെ ഒരു കോപ്പി. ദാറ്റ് ഈസ് ഹൗ ഐ ഫെൽറ്റ് അബൌട്ട് മാർക്കോ. അത്രേ എനിക്ക് പറയാനുള്ളൂ മാർക്കോയെ കുറിച്ച്. പിന്നെ ഈ പറയത്തക്ക ഈ ഭയങ്കര വയലൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ യഥാർത്ഥ വയലൻസ് മൂവിയൊക്കെ ഒന്ന് പോയി കാണുക. ഫ്രഞ്ച് മൂവീസോ സ്പാനിഷ് മൂവീസോ ഇറ്റാലിയൻ മൂവീസോ ഒക്കെ പോയി കാണുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും യഥാർത്ഥ വയലൻസ് എന്ന. എന്നിട്ട് പറയൂ, വയലൻസിനെ കുറിച്ച് കമ്പാരിസൺ ചെയ്യൂ. അല്ലാതെ ഇതൊക്കെ എടുത്തിട്ട് ഈ വയലൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നോർമൽ കുട്ടികളെ കാണിക്കണ്ട, ബിക്കോസ് അത് കുട്ടികൾക്ക് കാണാൻ പറ്റുന്നതല്ല. ഏതുതരം വയലൻസ് കുട്ടികളെ നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. പക്ഷെ 18+ സൂപ്പറായിട്ട് കാണാം. അത് സ്ത്രീകളായാലും കൂടി. പിന്നെ ചിലവർ പറഞ്ഞു ഹൃദയം അതിന് കട്ടിയില്ലാത്തൊരിത് കാണരുത് അത്രേ, ഉണ്ട ചക്ക ഒരു ഉക്കൂല്ല അതിനകത്ത്. നിങ്ങൾ ധൈര്യമായിട്ട് കാണും, ഒന്നും പേടിക്കാനില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ആദ്യം ഇതിന് മുന്നോടിയായിട്ട് വേറെ സിനിമകളൊക്കെ വീട്ടിൽ നിന്ന് കണ്ടു നോക്കും OTT-ക്കകത്ത്. ഞാൻ ഈ പറഞ്ഞ റോങ് ടേൺ, ഫൈനൽ ഡെസ്റ്റിനേഷന്റെ ഒരു കംപ്ലീറ്റ് സീരീസ് അങ്ങനെ ഫൈനൽ ഡെസ്റ്റിനേഷൻ കണ്ടാൽ മതി എന്നേ. അപ്പൊ പിന്നെ നിങ്ങൾ ഈ അറപ്പും വെറുപ്പൊക്കെ അങ്ങ് മാറും. ഓക്കെ, അപ്പോ എന്തായാലും ഇങ്ങനൊരു ധൈര്യം കാണിച്ച ഹനീഫ് അദാനിക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. ഇതുപോലൊരു റോൾ എടുത്ത് ചെയ്യാൻ കാണിച്ച ആ ഒരു ഹാർഡ് വർക്കും പെർസീവിയറൻസും ധൈര്യവും ഉണ്ണിക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. അതൊക്കെ നന്നായിട്ടുണ്ട്. പടം നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന രീതി അടിപൊളിയാണ്, സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ റേഞ്ച് റോവറിന്റെ സംസ്ഥാന സമ്മേളനം, ഡിഫൻഡറിന്റെ ഒക്കെ സംസ്ഥാന സമ്മേളനം കാണേണ്ട ഒരു മൂവി. അതാ പറഞ്ഞ ഹോളിവുഡ് റേഞ്ച് താൻ. ബട്ട് വെറൈറ്റി എന്നൊന്നും പറയാനില്ല. മലയാള സിനിമയിലെ ആദ്യത്തെ ഹോളിവുഡ് അഡാപ്റ്റേഷൻ ഓഫ് കില്ലിംഗ് എന്നാണെങ്കിൽ പറയാം. ഓക്കെ ഫൈൻ, വേണ്ട ഇനിയിപ്പോ മാർക്കോടെ ആൾക്കാർ തെരുവിളിച്ച് തുടങ്ങും. സോ എന്തായാലും പടം തിയേറ്ററിൽ തന്നെ പോയി കാണുക. OTT കണ്ടാൽ ഇറക്കില്ല. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് തിയേറ്റർ ആണ് കേട്ടോ, അതിലൊരു സംശയമില്ല. പിന്നെ OTT ഇതിൽ കൂടുതൽ ബാലൻസ് ആയിട്ട് വരുന്നു പറയണോ നമുക്ക് അറിയില്ല. എന്നാലും ഞാൻ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. സോ അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും സന്ധിക്കും വരെ വണക്കം.